എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ വിജയിക്കണം, ഇതാണ് നമ്മൾ ശരിക്കും ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം. ABCDEF പ്രിൻസിപ്പിൾ ഓഫ് ബ്രെയിൻ. നമ്മളുടെ ബ്രെയിൻ അഥവാ തലച്ചോറാണ് ശരിക്കും മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് നന്നായിട്ട് വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യവും ജീവിത വിജയത്തിന് അത് ഭംഗിയായിട്ട് എങ്ങനെ ഉപയോഗിക്കണം. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് സംസാരിക്കാവുന്ന ആ ABCDEF എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, അത് ഉപയോഗിക്കാനുള്ളൊരു കാരണം കൂടിയുണ്ട്. കാരണം വളരെ ലളിതമായിട്ട് ഈ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ നമ്മളതിനെ മനസ്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ബ്രെയിൻ നമ്മൾ വിജയത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും മാന്ത്രിക ടൂളാണ് നമ്മുടെ ബ്രെയിൻ, തലച്ചോറ് എന്ന് പറയുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുമാണ്. അപ്പോൾ അതിനെ ഉപയോഗിക്കാൻ, അതിനെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഓർത്ത് വയ്ക്കാൻ, കൂടുതൽ ഭംഗിയായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും റീകളക്ട് ചെയ്യാനും അവസരോചിതമായി ഉപയോഗിക്കാനും ഒക്കെ സഹായിക്കുന്ന ബ്രെയിനിൻ്റെ ABCDEF എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ A ഡിനോട്ട് ചെയ്യുന്നത് ആക്ഷനെയാണ്, ആക്ഷൻ. കാരണം ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പിക്ചറിനെയോ ഒരു ഇമേജിനേക്കാളും ഒക്കെ കൂടുതൽ നടന്ന ആക്ഷനുകളാണ് റീകളക്ട് ചെയ്യാനും ഓർത്ത് വയ്ക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു സിനിമയോ അല്ലെങ്കിൽ സിനിമയിലെ സീനുകളോ ഓർത്ത് വയ്ക്കുന്നു, എന്നാൽ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് കാണുന്നത് ചിലപ്പോഴൊക്കെ മറന്നു പോകും. അപ്പോൾ എപ്പോഴും ആക്ഷനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അതായത് മൂവ്മെൻ്റുള്ള ആക്ഷനുകളാണ് ബ്രെയിൻ ഓർത്ത് വയ്ക്കാൻ ഏറ്റവും എളുപ്പം. ബ്രെയിനിനെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനും ആക്ഷൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് A ഫോർ ആക്ഷൻ. ദെൻ B ഫോർ ബിഗ്. ബിഗ്ഗായിട്ടുള്ള കാര്യങ്ങൾ, വലുതായിട്ട് നമ്മൾ കാണുന്ന ചിന്തിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് വയ്ക്കാനും ബ്രെയിൻ റീകളക്ട് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ പലപ്പോഴും അതുകൊണ്ടാണ് വലിയ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ബുർജ് ഖലീഫയെ പറ്റി പറയുമ്പോൾ, ഈഫൽ ടവറിനെ പറ്റി പറയുമ്പോൾ, താജ്മഹലിനെ പറ്റി പറയുമ്പോൾ വലിയ വലിയ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന പോലെ ഓർത്ത് വയ്ക്കാനും ബ്രെയിനിനെ കൂടുതൽ ഫലവത്തായിട്ട് തന്നെ ഉപയോഗിക്കാനും ഒക്കെ എന്ത് ചെയ്യണം, വലിയ ചിത്രങ്ങളായിട്ട്, വലിയ ഇമേജുകളായിട്ട്, വലിയ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങളെ ഓർത്ത് വയ്ക്കുക. ദെൻ C ഫോർ കളർഫുൾ. ഹ്യൂമൻ ബ്രെയിനിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കളറുകൾ ഭംഗിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും സഹായിക്കും. കാരണം അതുകൊണ്ടാണ് ഇന്ന് കളർ ടി വി ഒക്കെ ലോഞ്ച് ചെയ്തപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ നാട്ടിൽ നിന്ന് ഇല്ലാതായി പോയത്. കാരണം കളറാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, കൂടുതൽ നേരം കണ്ടിരിക്കാനോ കൂടുതൽ സമയം ചെലവഴിക്കാനോ ഒക്കെ തോന്നുന്നു. ഇനി ന്യൂസ് പേപ്പറിലായിക്കോട്ടെ, സാധാരണ വാർത്തകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുക്കുമ്പോൾ പരസ്യങ്ങൾ വളരെ കളർഫുള്ളായിട്ട് അട്രാക്റ്റീവായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ആളുകൾക്ക് കാണാൻ ഇമ്പമുള്ളതും കൂടുതൽ സമയം അതിൽ നോക്കാൻ തോന്നുന്നതൊക്കെ. അപ്പോൾ കളറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. C ഫോർ കളറാണ്. D ഫോർ ഡൈമെൻഷണൽ എന്ന് പറയും. ഡൈമെൻഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്ന വാക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരുന്നില്ല. പ്രയോറിറ്റി, മുൻഗണന എന്നുള്ളത് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരുന്നില്ല. പക്ഷേ അതിന് പകരം ഒരു ടേബിളിൽ നിന്നോ ഒരു അംബ്രല്ല എന്നോ ഒക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിൻ്റെ ഇമേജ് മനസ്സിലേക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ മുഖം തന്നെ, അവരുടെ ആ ഒരു രൂപം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും അല്ലേ. അപ്പോൾ ബ്രെയിനിൻ്റെ പ്രത്യേകത ഇതാണ്. ഫിസിക്കലി നമുക്ക് ബോധ്യപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളെ ആയിരിക്കും വിഷ്വലൈസ് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ളത്. ഇതിന് PIS അല്ലെങ്കിൽ പേഴ്സണലൈസ് ഇമേജ് സിസ്റ്റം എന്നൊക്കെ പറയും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനും ബ്രെയിനിനെ കൂടുതൽ ഫോക്കസ് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡൈമെൻഷനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനാണ് D സൂചിപ്പിക്കുന്നത്. അപ്പോൾ AI, BI, CI, DI. ഇനി Eയിലേക്ക് പോവാണ്, ഇമോഷണൽ. ബ്രെയിനിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഇമോഷണൽ ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ മൊബൈൽ നമ്പറോ ബർത്ത്ഡേകളോ പ്രത്യേക ദിവസങ്ങളൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. നേരെ മറിച്ച് അല്ലാത്തൊരാളുടെ ഫോൺ നമ്പർ പറഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റുകളോ നമ്മൾ ഓർത്ത് വയ്ക്കണമെന്നില്ല. അപ്പോൾ എന്ത് കാര്യവും നമ്മുടെ ഓർമ്മയിലേക്ക് വരുമ്പോൾ ഇമോഷണൽ കണക്റ്റിന് വലിയൊരു ബന്ധമുണ്ട്. അതിപ്പോൾ നമുക്ക് ചിലപ്പോൾ പത്രങ്ങളിൽ നമ്മൾ ഒരുപാട് ആളുകളുടെ ചിലപ്പോൾ എക്സാമിന് നല്ല മാർക്ക് കിട്ടിയതോ അല്ലെങ്കിൽ 1ാം റാങ്ക് കിട്ടിയതിൻ്റെയൊക്കെ പടം കാണാറുണ്ട്. പക്ഷേ നമ്മുടെ ബന്ധത്തിലോ പരിചയത്തിലുള്ള ഒരാളുടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് വളരെ സ്നേഹത്തോടുകൂടി നോക്കും, അതിൻ്റെ വിവരങ്ങൾ എടുത്ത് വയ്ക്കും അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഇമോഷണൽ കണക്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ F ഫോർ ഫീലിംഗ് ആണ്. നമുക്കെപ്പോഴും കാര്യങ്ങൾ റീകോൾ ചെയ്യാനായിട്ട് സാധിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഫീലിങ്ങുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൂര്യനെ പറ്റി ചിന്തിച്ചാൽ എന്താണ് പെട്ടെന്ന് ഓർമ്മ തന്നെ? സൂര്യൻ്റെ ആ ചൂട് നമ്മുടെ മേത്ത് തട്ടുന്നു. അല്ലെങ്കിൽ മഞ്ഞിനെ പറ്റി ചിന്തിക്കുമ്പോഴോ മഞ്ഞ് നൽകുന്ന തണുപ്പ്. ഇതൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി ഇമ്പാക്റ്റ്, ശരിക്കും ഒരിക്കൽ ഒരു അപകടം പറ്റിയ ഒരാൾക്ക് അന്നുണ്ടായ വേദന അത് അയാളുടെ ഉള്ളിൽ പിന്നെ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു അപകടം എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ അനുഭവിച്ച വേദന, അല്ലെങ്കിൽ ഓപ്പറേഷനെ പറ്റി പറയുമ്പോൾ, ഇഞ്ചക്ഷനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ബ്രെയിനിൻ്റെ പ്രത്യേകതയാണ് ഫീലിങ്ങുകൾ റീകളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ABCDEF ഓഫ് ബ്രെയിനിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഈ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനന്തമായ രീതിയിൽ ഡെവലപ്പ്
ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതിനെ എങ്ങനെ ഉപയോഗപ്രദമാക്കണം, ഏതേത് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഫീഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിവിടെ ആക്ഷനുകളെ പരമാവധി മനസ്സിലേക്ക് കൊണ്ടുവരിക, ബിഗ് പിക്ചറിൽ കാര്യങ്ങൾ ഓർക്കുക, കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ വഴി ഓർത്ത് വയ്ക്കുക, ഡയമെൻഷനലായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക, ഇമേജുകളായിട്ട് ഇമോഷണലായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മളോരോ കാര്യങ്ങളിലേക്ക്, ഇത് ജീവിതത്തിൽ ബിസിനസ്സിലായിക്കോട്ടെ ജോലി ചെയ്ത് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പലരും ചെയ്യുന്ന കാര്യം എന്താ, ചില ഇമേജുകൾ ഇമോഷണലായിട്ട് കണക്ട് ചെയ്ത് വെക്കും. കാറ് വാങ്ങുന്നത്, വീട് വെക്കുന്നത്, അതൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും. ജീവിതത്തിൽ വിജയിച്ച പല ആൾക്കാരോട് ചോദിക്കുമ്പോൾ പിന്നെ പറയാറുണ്ട് അവർ പണ്ട് ഈ സ്വപ്നങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ. ഇനി എഫ് ആണെങ്കിൽ ഫീലിംഗ് ആണ്, നമ്മളത് ഫീൽ ചെയ്യുക, നമ്മൾ ശരിക്കും അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആ വസ്തു നമുക്ക് കിട്ടി എന്നുള്ള ഫീൽ ചെയ്യുന്നത് വരെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ നമ്മുടെ ബ്രെയിൻ തന്നെ ട്യൂൺ ചെയ്ത് തരുന്ന ഒരു ഹെൽപ്പും കൂടി ആയിരിക്കും. അപ്പോൾ ഈ ABCDEF പ്രിൻസിപ്പിൾ ഓഫ് ബ്രെയിൻ മനസ്സിലാക്കുക, ഭംഗിയായിട്ട് ഇത് ഉപയോഗിക്കുക, ജീവിതത്തിൽ വിജയിക്കുക. താങ്ക് യു.